ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിലെത്തിയ ഉടനെ കാസിൻ്റെയും റിട്ടുവിൻ്റെയും കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലാണ് കാസിയും റിട്ടു കൂടാതെ പിന്നെ കണ്ടമാനം ബോർഡിങ്ങിന് വരുന്ന ഡോഗ്സും ധാരാളം ഉണ്ടാവും. അതിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് പാകെ 2 ഡോഗ്സ് മാത്രമേ ക്ലിനിക്കിലുള്ളൂ. ഭാഗ്യത്തിന് ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അവരെ കേജിലൊന്നും ഇടാറില്ല. തന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആദ്യം സ്മെല്ല് ചെയ്തിട്ട് മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എപ്പോഴാണ് കടി കിട്ടുക പറയാൻ പറ്റൂല. 2 ആളും ഒരു വീട്ടിലുള്ളതാട്ടോ, ഫീമെയിലും മെയിലും. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഓവർ അഗ്രഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡോഗ്സാണ് ഗൈൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം എന്താ, ഇവർ 2 ആളും ഉള്ളിൽ വളരുന്ന ഡോഗാണ്. മെയിലും ഫീമെയിലും ആട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. നമ്മൾ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൂടെ അടുത്ത് തന്നെ ഇരുന്നോളൂ അവർ 2 ആളും. ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലാണെങ്കിൽ കാറ്റിൻ്റെ ബോർഡിങ് ഫെസിലിറ്റീസും ഡോഗിൻ്റെ ഫെസിലിറ്റീസും എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിയുന്നത്ര അവരെ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് അയച്ച് വിട്ടുകൂടാറാണ് ഞങ്ങൾ പതിവ്. ഫുൾ ടൈം കേജിലിട്ട് കഴിഞ്ഞാൽ അവർക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2 സ്ഥലത്തും ലോക്കഡ് ആട്ടോ. അന്നപ്പണ്ട് ബ്രിട്ട് വന്നിട്ട് അതിനെ വെറുതെ വന്ന് ചൊറിയാൻ വേണ്ടി വന്നതാണ്. 2 ആളും ഒരു വീട്ടിലായതുകൊണ്ട് ഒരു വീട്ടിൽ മാത്രമേ 2 ആളും. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഫ്രീ ടൈം ഉള്ളപ്പോൾ സമയത്തൊക്കെ അവരെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അവർ 2 ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് ബോർഡിങ്ങിന് വന്നതാണ് അവർ. ഇവർ 2 ആളും വീടിൻ്റെ ഉള്ളിൽ വളർന്ന ഡോഗ്സ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധവും ഒക്കെ ഉണ്ട്. എപ്പോഴും ഒരാളെ കാണണം. ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം നമ്മളടുത്ത് വന്നൊരു ഭയങ്കര ഒരു സേഫായിട്ടുള്ള ഫീലിംഗ് ആണ് അവർക്ക് അത് അനുഭവപ്പെടുന്നത്. ആയിക്കോട്ടെ, കേറ്റായിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. കാരണം അവർക്ക് നമ്മളെ കൂടെ ഇരിക്കണം, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. അതാണ് അവരെ ഇഷ്ടം. നമ്മൾ എന്ത് ഫുഡ് കൊടുത്തോ എന്ത് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അവർക്ക് വേണ്ടത്. അന്നപ്പം അവരെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, അതാണ് അവർക്ക് താല്പര്യം. അന്നപ്പം എനിക്ക് ക്ലിനിക്കിൽ ഫ്രീ ടൈമുള്ള സമയത്തൊക്കെ അവരെ കൂടെ കുറച്ച് നേരം കളിക്കും. ഞാൻ കഴിയുന്നത്ര പരമാവധി ഡോഗ്സിനെ ഓപ്പണിലായിട്ട് അയച്ചു വിട്ടുകൂടാറാണ് പതിവ്. കാരണം അതാകുമ്പോൾ അവർക്ക് പല സ്ഥലത്തേക്കും പോയി ഓടാനും കളിക്കാനുമുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവുമല്ലോ. ഉള്ള ഡോഗ്സിനെ മാത്രം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിനെ ഞാൻ കേജിലിടാറാണ് പതിവ്. ഡോഗ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം എന്താ, ഒരു ഡോഗ്സ് കാരണം നമുക്ക് എല്ലാ ഡോഗ്സിനെയും നമുക്ക് കേജിലിടാൻ പറ്റില്ലല്ലോ. ഇതും ഭൂരിഭാഗം ആൾക്കാരും പെറ്റ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും. പെറ്റ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളും എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ എൻ്റെ കമൻറ്റ് ബോക്സിൽ. എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞു തരും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ എന്തായാലും ഞാൻ ചെയ്യാം. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ബായ്.